ഒരു ഡിസ്കഷൻ ആയിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവുക. ആൻഡ് മെയിൻലി നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ്, അതായത് മാത്സ് ഒഴിച്ചുള്ള എല്ലാ പോർഷൻസും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എങ്ങനെയാണ് ചോദിക്കുക, അത് പക്ക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുത്തിട്ട് അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആണ് ഇന്നത്തെ. ആൻഡ് സോ അതിനകത്ത് തന്നെ നമ്മൾ ആപ്റ്റി എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ഡ്രോയിങ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്റ്റി, അതായത് നമ്മൾ പിക്ചർ ബേസ് ചെയ്തിട്ട് എലിവേഷൻ ചോദിക്കാം, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, അങ്ങനെ നോർത്ത് എലിവേഷൻ എന്താണ്, അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അൺഫോൾഡിങ്, അല്ലെങ്കിൽ കൗണ്ടിങ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, നമ്പർ ഓഫ് റെക്ടാങ്കിൾസ്, അല്ലെങ്കിൽ 3D മൊത്തത്തിൽ അൺഫോൾഡ് ചെയ്ത് എത്ര റെക്ടാങ്കിൾസ് ഉണ്ട് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതെങ്ങനെ അപ്രോച്ച് ചെയ്യാം, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പല ടെക്നിക്സ് എങ്ങനെയാണ് എന്നുള്ളത് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ ഇതെല്ലാം കൂടി കംപ്ലീറ്റ്ലി ഒരു നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ. ഓക്കെ, ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഇൻ ബിറ്റ്വീൻ ആയാലും ചോദിക്കുക, കുഴപ്പമൊന്നുമില്ല. ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ നൗ. യെസ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് 2. വെയിറ്റ്, കാണാൻ പറ്റുന്നില്ലേ? കുറച്ചുകൂടി സൂം ഇൻ ചെയ്യാം. യെസ്, ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 31, അതിന് മുന്നുള്ളതെല്ലാം മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31 ഒന്ന് നോക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കുറച്ച് ഇതിന്റെ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ വായിക്കാം. 31 മുതൽ 33 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഒരേ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ദ പ്രോബ്ലം ഫിഗർ ഷോസ് ദി ടോപ്പ് വ്യൂ ഓഫ് എൻ ഒബ്ജെക്ട്. ഐഡന്റിഫൈ ദി കറക്റ്റ് എലിവേഷൻ ഫ്രം എമംഗ്സ് ദി ആൻസർ ഫിഗേഴ്സ് ലുക്കിംഗ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ആരോ. ടോപ്പ് വ്യൂ തന്നിട്ടുണ്ട്, ആരോയുടെ ഡയറക്ഷനിൽ നിന്ന് നോക്കിയിട്ടുള്ള എലിവേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നോക്കി നോക്കുക എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ദി ആൻസർ, യു ക്യാൻ ടൈപ്പ് ഇറ്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. യെസ്, ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യണം. ഈ ഒരു ടൈം കൊണ്ട് എല്ലാവരും ആൻസർ ചെയ്യണം. യെസ്, ഓക്കെ. ഇതെങ്ങനെയാണ്, നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് യു ഗോട്ട് ദി ആൻസർ. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ടൈം എങ്ങനെ സേവ് ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇത് നമുക്ക് പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. സോ എങ്ങനെയാണ് നിങ്ങൾ, ചിലപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു മെത്തഡ് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ആദ്യം തന്നെ എത്ര സ്പേസിങ് നോക്കുക, 1 2 3 അല്ലെ, 4 5 സ്പേസിങ്. അപ്പൊ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പം ആരോ, അതായത് ആരോയുടെ ഡയറക്ഷനിൽ നിന്ന് നോക്കുമ്പം 5 പാർട്ടീഷൻസ്, 5 പ്ലെയിൻസ് ഉണ്ടാവണം, 5 ഡിഫറെന്റ് ലെവൽസ് ഉണ്ടാവണം അല്ലെ. അപ്പൊ ഇതിനകത്ത് എത്ര ലെവൽ ഉണ്ട്? 1, ഇതൊരു ലെവലാണ്. 2 3 4 5. ഓക്കെ, 5 ആണ്, മാച്ചിങ് ആണ്. അപ്പൊ 1 നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോക്കുക, ഇതിന്റെ ഒരു ഡിസ്റ്റൻസിങ് നോക്കുക, ഇത് ചെറുത് പിന്നെ വലുത്. പക്ഷെ ഇവിടെ എങ്ങനെയാ, ഇത് വലുത് പിന്നെ ചെറുത് എന്നുള്ളതാണ്. സോ 1 അല്ല. ഇവിടെയും നോക്കുക, 1 2 3 4 5 6 ഉണ്ട്. അപ്പൊ ഇതെന്തായാലും അല്ല. അത് കഴിഞ്ഞ് ഇത് നോക്കുക, 1 2 3 4 5, ഇതാവാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഡിസ്റ്റൻസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക, സ്പേസിങ് നോക്കുക. വലുത് എന്നിട്ട് പിന്നെ ഒരു ചെറുത്, പിന്നെ അതുപോലെ തന്നെ ഒരു വലുത്, പിന്നെ ചെറുത്, പിന്നെ വലുത്. ആ ഒരു പ്രോപ്പർ ഇന്റർവെൽസ് ആണ്. അപ്പൊ 3 കറക്റ്റ് ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ജസ്റ്റ് 4 കൂടി നോക്കുക, 1 2 3 4 5 6 ഉണ്ട്. അപ്പൊ 4 എന്തായാലും അല്ല. ഇപ്പൊ ക്ലിയർ ആയില്ലേ?
ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി കൂടിയാണ് പറഞ്ഞത്. ഇനി ആൻസർ കിട്ടിയവരാണെങ്കിൽ പോലും എങ്ങനെയാണ് ഒരു മെത്തേഡ്, ഒരു പ്രോപ്പർ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32 നോക്കാം. ഓക്കെ, യെസ്, ഇത്രയും ടൈം മതി ആക്ച്വലി. ഇത് പ്രാക്ടീസ് ഉള്ള സ്റ്റുഡൻസിന് അത്രയും ടൈം മതി കേട്ടോ. അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ പോലും, അല്ലെങ്കിൽ ഓ എനിക്കിത് അറിയാം, ഇത് ഈസി ആണ് എന്ന് തോന്നിയാൽ പോലും ആൻസർ ടൈപ്പ് ചെയ്യുക. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് എങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ യു വോണ്ട് നോ എവിടെയാണ് തെറ്റിപ്പോയത് എന്നുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? ബേസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന്റെ ഈ സൈഡിൽ നോക്കുമ്പം ഇതിങ്ങനെ ഈ ഒരു രീതിക്ക് ഇരിക്കുന്ന ഒരു സോളിഡ് ആണ് അല്ലെ. അതിനെ ജസ്റ്റ് പ്രൊജക്ട് ചെയ്ത് കിട്ടുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് ആൻഡ് അത് പുഷ് ചെയ്തിട്ട്, അതായത് നമ്മള് ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് പുള്ള് ചെയ്യുവാണ് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അത്രയും സ്ഥലത്ത് ഒരു സോളിഡ് ബിൽഡ് ചെയ്യുവാണെന്നുള്ള ഇമാജിൻ ചെയ്താലും എളുപ്പമാണ്. ഇതിനെ നമുക്ക് ഒരു ക്യൂബോയിഡ് ആക്കി വിളിക്കാം അല്ലെ. ബേസിൽ എന്താണ് സ്ക്വയർ ആൻഡ് അതിന് ഒരു ഹൈറ്റ് കൊടുത്തിരിക്കുന്നു, ക്യൂബോയിഡ് ആയിട്ട് വിളിക്കാം. ആൻഡ് ഇത് ഒരേ രീതിക്ക് തന്നെയല്ലേ അലൈൻ ചെയ്യുന്നത്, കണ്ടോ? ഇത് ഒരേ രീതിക്കല്ലേ അലൈൻ ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട് ഫേസ് എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ടാവും പ്രൊജക്ട് ചെയ്യുമ്പോൾ? ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ സൈഡ് ഫേസ് അതിനേക്കാളും ചെറുതായിരിക്കും. ഇത്രയും ലെവലിൽ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ ഫ്രണ്ട് ഫേസ് കൂടുതലും സൈഡ് ഫേസ് ചെറുതും. ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ ചെറിയ ഒരു ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ മറ്റൊരു സർക്കിൾ ആണ് അതിന്റെ ടോപ്പ് വ്യൂ. സർക്കിൾ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? എന്താണ് സർക്കിൾ ആണ് അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ? സിലിണ്ടർ ആവാം അല്ലെ. സിലിണ്ടർ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു എലിവേഷൻ ഇരിക്കുക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി എന്തുകൊണ്ടല്ല? കാരണം ഈ സൈഡിലുള്ള, ഞാൻ ഇതിനകത്ത് തന്നെ കാണിച്ചു തരാം. ഇതൊക്കെ റോങ് ആണ്. ഇതിങ്ങനെ വരത്തൊന്നുമില്ല. ഇത് വളരെയധികം റോങ് ആയിട്ടുള്ള അങ്ങനെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ 3D വേണം എന്നുള്ള ചിന്തിക്കുന്നതും നമ്മളെ ബ്രെയിനിനെ ഒന്ന് പുഷ് ചെയ്യാനായിട്ട് നല്ലൊരു എക്സസൈസ് ആണ്. ഓക്കെ, 3 അല്ല, 4 എന്തായാലും അല്ല. സോ ഇത് ഈസിയാണ്, 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ചാലഞ്ചിങ് ആണ് കേട്ടോ, സൂക്ഷിച്ച് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെ വേണമെങ്കിലും ആവട്ടോ. ലൈക്ക് ഇതിന്റെ ഒരു ജോമെട്രി, 3D ജോമെട്രി എങ്ങനെ ഉണ്ടെങ്കിലും ആവാം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഓരോ ഓപ്ഷൻ വൈസ് നോക്കുക. ഇതിന്റെ ഫസ്റ്റ് ബേസ് എന്താ വന്നിരിക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ ഫൈൻ, റെക്റ്റാങ്കിൾ ആവാം. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ബേസിൽ നിന്ന് തന്നെ, അതായത് എവിടെയാണോ അതിന്റെ ബൗണ്ടറി അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഉള്ളിലേക്ക് ഒരു സംഭവം വന്നിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ്, ഈ സ്പേസിങ് ഇവിടെ പ്രശ്നമാണ്. അപ്പൊ 1 എന്തായാലും അല്ല. ഓക്കെ, ഇനി ഓപ്ഷൻ 2 നോക്കാം. ബേസ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞ് അവിടുന്ന് തന്നെ ഒരു കർവ്, എന്താ പറയാ, സ്ലാന്റിങ് ആയിട്ടുള്ള ആംഗുലർ ലൈൻ പോയിട്ടുണ്ട്, വിച്ച് ഇസ് കറക്റ്റ്. അത് കഴിഞ്ഞ് ഒരു ടോപ്പ്, ഓക്കെ, അതിന് അവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രൊജക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു സ്പേസിംഗ് ഉണ്ട്,
അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രൊജക്ഷൻ. ഈ പ്രൊജക്ഷൻ അവിടെ മാറ്റർ ചെയ്യില്ല. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ പ്രൊജക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാറ്റർ ചെയ്യില്ല. ഇത് ഇങ്ങനെ ഒരു 4 ലൈൻസ് ഉള്ള 4 ട്രയാങ്കിൾസ് ഉള്ള ഇതെന്തായിരിക്കാം, എന്തൊരു ഷേപ്പ് ആയിരിക്കാം? ട്രയാങ്കുലർ പിരമിഡ് ആയിരിക്കും. ട്രയാങ്കുലർ പിരമിഡ് അല്ല, സ്ക്വയർ പിരമിഡ് ആയിരിക്കും. ബേസ് വെച്ചിട്ടാണ് നമ്മൾ പിരമിഡിന്റെ പേരിടുന്നത്. അപ്പൊ ബേസ് സ്ക്വയർ, പിന്നെ 4 സൈഡ്സിലോട്ടും ട്രയാങ്കിൾസ് ആയി കഴിഞ്ഞാൽ അതിന് എന്ത് പറയാം? സ്ക്വയർ പിരമിഡ്. അപ്പൊ സ്ക്വയർ പിരമിഡിന്റെ എലിവേഷനും കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ 2 ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഓപ്ഷൻ 2ന് ഒരു സൈഡ് നോക്കിയാൽ പോലും ഒരു തെറ്റുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ 2 അവിടെ നിൽക്കട്ടെ. ഇനി ഓപ്ഷൻ 3 നോക്കാം. ഓക്കെ, നമുക്ക് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ശരിക്കും എക്സാമിന് നമ്മൾ കൊടുക്കേണ്ടത്. ഈവൻ ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് വിത്ത് എന്താ 2 ഓപ്ഷൻസിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പോലും എങ്ങനെ പോയാലും തെറ്റില്ല എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ട് പോണം. ഓക്കെ, സോ ഓപ്ഷൻ 3 നോക്കാം. ഓപ്ഷൻ 4 എന്തായാലും അല്ല. കാരണം എന്താ, ഈ ഒരു പോർഷൻ അല്ലെ, ഇത് ചരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ ഓപ്ഷൻ 4 എന്തായാലും അല്ല. 3 നോക്കാം. ടോപ്പ് ഒന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞതാ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് ഓപ്ഷൻ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ലെറ്റ് സി. സ്ലാന്റഡ് ആയിട്ട് തുടങ്ങി. ഓക്കെ, ദിസ് ഇസ് പോസിബിൾ. ബേസിൽ നിന്ന് തന്നെ സ്ലാന്റഡ് ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫ്രസ്റ്റം എന്ന് പറയില്ലേ, സ്ക്വയർ പ്രിസത്തിന്റെ സ്ക്വയർ പിരമിഡിന്റെ ടോപ്പ് ഭാഗം എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്ലെയിൻ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണ് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു പ്ലാൻ ഇത്രയും ഭാഗം വരെ വരാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ചെറിയ സ്പേസിംഗ് ഉണ്ട് അല്ലെ? പ്രൊജക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്പേസിംഗ്, അതായത് ഈ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രൊജക്ഷൻ, എക്സ്ട്രാ പ്രൊജക്ഷൻ വന്നു. ഈ എക്സ്ട്രാ പ്രൊജക്ഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മേലെ പിന്നെയും ഒരു ക്യൂബ് വന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ക്യൂബോ വന്നു. അപ്പോഴാണ് ഇവിടെ പ്രശ്നമായത്. സപ്പോസ് ഇതിന്റെ തൊട്ട് മേലെ തന്നെ കാണിച്ചിട്ടാണ്, സ്കെയിലൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇതിന്റെ മേലെ തന്നെ ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ 3യും 2വും തമ്മിൽ വളരെയധികം കൺഫ്യൂസിങ് ആയനെ. കാരണം 3നും കറക്റ്റ് ആവാനുള്ള ഈക്വൽ പോസിബിലിറ്റി വന്നേനെ. പക്ഷെ ഇവിടെ അത് വരുന്നില്ല. നിങ്ങൾക്ക് 3 ഓൾറെഡി കൺഫ്യൂഷൻ ഒന്നും ഇല്ല, ഇത്രയും ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് കൺഫ്യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. ഞാനിതൊന്ന് ഇറേസ് ചെയ്തിട്ട് ഓരോ പ്ലെയിൻ ഏതൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. യെസ്, സോ ഇത് ഈ ഒബ്ജക്റ്റ് ഏതാണ്? യെസ്, ഈ ഒബ്ജക്റ്റ്, ഈ ഒരു പോർഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ഒരു പോർഷൻ ഏതാണ്? ഈ ഒരു പ്ലെയിനെയാണ് ആ പോർഷൻ കാണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ഒരു പ്രൊജക്ഷൻ, അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു പ്രൊജക്ഷൻ എന്ന് പറയുമ്പം ഇതായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു സംഭവം അത് എവിടെ? ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ 3 അല്ല. ക്ലിയർ ആയോ എല്ലാവർക്കും? അത്രയും നിങ്ങൾ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല. ഓപ്ഷൻ 2 തന്നെ നിങ്ങൾക്ക് മേ ബി ഓപ്ഷൻ 3 ഫസ്റ്റ് വെക്കുമായിരുന്നു. അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഓപ്ഷൻ 3യിൽ ഇമേജ് കാണിക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് ഓരോ ഷേപ്സും തമ്മിൽ കമ്പയർ ചെയ്യാം. ഇസ് ഇസ് ക്ലിയർ? ഞാൻ രണ്ടാമത്തെ പറഞ്ഞ 3 എന്തുകൊണ്ടല്ല എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ലെറ്റ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അത് 34 to 36 ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഐഡന്റിഫൈ ദി കറക്റ്റ് 3D ഫിഗർ ഫ്രം എമംഗ്സ് ദി ആൻസർ ഫിഗേഴ്സ് വിച്ച് ഹാസ് ദി സെയിം എലിവേഷൻ ആസ് ഗിവൻ ഇൻ ദി പ്രോബ്ലം ഫിഗർ. ഓക്കെ, പ്രോബ്ലം ഫിഗറിൽ ആര് ആണ്? എലിവേഷൻ ആണ് തന്നിരിക്കുന്നത്. ആ എലിവേഷൻ ഉള്ളത് ഏത് 3Dക്കാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നോക്കാം. ഇതൊന്ന് പറഞ്ഞേ, നോക്കിക്കേ. യെസ്, ക്വസ്റ്റ്യനും ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്. Your time starts now.
യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. സോ നമ്മളുടെ എയിം എന്താണ്? ഇത് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഈ ഒരു 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എത്ര മാർക്സിന്റെ ആണ്? ഒരു ക്വസ്റ്റ്യന് 4 മാർക്സ്. അപ്പം 200 മാർക്സിന്റെ ആണ്. ഈ 200 മാർക്സ് നിങ്ങൾ ഉറപ്പിക്കണം. അതിനകത്ത് കുറച്ച് GK അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് വരും. അതിന് മാക്സിമം പ്രാക്ടീസോടുകൂടി ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ റെഫർ ചെയ്താലേ അത് നടക്കത്തുള്ളൂ. ബാക്കി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അത് ഫാസ്റ്റ് ആയിരിക്കും. അതാണ് കാര്യം. ഫാസ്റ്റ് ആക്കുക എന്നുള്ളത് അത് വേറൊരു കാര്യമാണ്. ഫാസ്റ്റ് ആക്കാനായിട്ടുള്ള ഒരു ധൃതിപ്പെട്ട് പോകുമ്പം ഉള്ള ആൻസർ തെറ്റിക്കരുത്. അപ്പൊ റോങ് അടിച്ചു, നെഗറ്റീവ് മാർക്ക് അടിച്ചു. അപ്പം അതൊരിക്കലും വരരുത് കേട്ടോ. ഫാസ്റ്റ് ആക്കുക എന്നുള്ളത് കോൺഫിഡന്റ് ആയിട്ട് തന്നെ, അതായത് ഒരു ക്വിക്കായിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു പേസ് നിങ്ങൾ അറ്റൈൻ ചെയ്തെടുക്കുക. കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഓപ്ഷൻ എന്തുകൊണ്ടല്ല? കാരണം ഓക്കെ, ഞാൻ തുടങ്ങുന്നത് എപ്പോഴും ബേസിൽ നിന്നാണ്. ബേസ് ഈ ഒരു പോർഷൻ നോക്കി, ഈ ഒരു പോർഷൻ അതുപോലെ തന്നെ വന്നു. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ചെറിയ സ്ക്വയർ ഒരു ബ്ലോക്ക് ഉണ്ട്. അത് ഇവിടെ എന്തെങ്കിലും ഒരു 3D ഇവിടെ വരണമായിരുന്നു അല്ലെ? അപ്പം ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 2 ആവാനുള്ള ചാൻസസ് എല്ലാം ഉണ്ട്. ഇവിടെ ശരിയാണ്, ഇത് ശരിയാണ്, വിച്ച് ഇസ് ദിസ്. ഇത് ശരിയാണ്, വിച്ച് ഇസ് ദിസ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു എൽ ഷേപ്പും പിന്നെ ഒരു സ്ക്വയറും അല്ലെ? ഈ സ്ക്വയറും അല്ലേ കാണുക? അപ്പൊ എൽ ഷേപ്പും ഈ ഒരു സ്ക്വയറും. സോ 2 എന്തായാലും കറക്റ്റ് ആണ്. ഇനി എന്തുകൊണ്ട് 3 അല്ല എന്നുള്ളതും പെട്ടെന്ന് നോക്കി വെച്ചേരെ, കാരണം പറയാൻ പറ്റില്ല. ഇനി നിങ്ങളുടെ ഒരു ചിലപ്പോൾ നോക്കിയ രീതി കറക്റ്റ് ആവാത്തത് കൊണ്ട് എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാലേ, അപ്പം നമ്മള് ബാക്കിയുള്ളതൊന്നും അല്ല എന്നുള്ളത് ഉറപ്പിച്ച് നിങ്ങളുടെ ആൻസർ 100% കറക്റ്റ് ആണ് എന്നുള്ളത് ഷുവർ ആക്കി തന്നെ വേണം പോവാൻ. ഓക്കെ, അപ്പൊ ഇതും കറക്റ്റ് ആണ്, പക്ഷെ ദാ ഇവിടെ തെറ്റിപ്പോയി. ഇവിടെ ഇത്രയും കറക്റ്റ് ആണ്, പക്ഷെ ഇവിടെ സ്റ്റെപ്പാണ്. അപ്പൊ 4 അല്ല 3 അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ പെട്ടെന്ന് നോക്കുക. എല്ലാവരും ആൻസർ ചെയ്യുക. ദിസ് പോർഷൻ, അത് കഴിഞ്ഞ് ഈ പോർഷൻ വിച്ച് ഇസ് ദിസ് പോർഷൻ, അത് കഴിഞ്ഞ് ഈ പോർഷൻ വരും വിച്ച് ഇസ് ദിസ് പോർഷൻ, അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരും അല്ലെ? എൽ തിരിച്ചിട്ട്, എൽ ഷേപ്പ് പോലത്തെ ഒരു ബ്ലോക്ക് തിരിച്ചിട്ടത് വരും. സോ ഇതല്ല, ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാവാനുള്ള ചാൻസ് ഇവിടെ ഇത് കാരണം പോയി അല്ലെ? അപ്പൊ ഇതെന്തായാലും അല്ല. ഇതാ ഇവിടെ ഇങ്ങനെ യു ഷേപ്പ് കാരണം ഇതും പോയി. അപ്പം ഏതാണ് കറക്റ്റ് ആൻസർ? 2 ആണ്. അത് നമ്മൾ ഉറപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്കോറും നോക്കുക കേട്ടോ. ഇടയ്ക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ എത്ര മാർക്സ് കിട്ടി എന്നുള്ളത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് അതിനനുസരിച്ച് കൂടും, അല്ലെങ്കിൽ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളതും മനസ്സിലാവും. യെസ്, ആൻസർ നോക്കാം. ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ഇത് ഓപ്ഷൻ എയിൽ വരുമ്പോ തന്നെ ഇവിടെ പ്രശ്നമായി. ഇവിടെ ഒരു എൽ ഷേപ്പ് ഒരു ഡിപ്രഷൻ വരുന്നുണ്ട്. സോ ഓപ്ഷൻ 1 തെറ്റാണ്. ഇത് കറക്റ്റ് ആണ്, പക്ഷെ ഇവിടെ ഇത് രണ്ടും ഒരേ ഹൈറ്റ് ആണ് അല്ലെ? അപ്പൊ ഇതിനകത്ത് ഇവിടെ വെച്ചിട്ട് ഒരു ഹൈറ്റ് ഡിഫറൻസ് ഇങ്ങനെ എങ്ങാനും വരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആവുമായിരുന്നു. അപ്പൊ ഓപ്ഷൻ 2 അല്ല. അത് കഴിഞ്ഞ് യെസ്, ഇത് ഒരേ പ്ലെയിൻ ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഹൈറ്റ് ഇത് തന്നെയാണ് ഇവിടെയും അതിന്റെ ഹൈറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് എന്താണ്? ഓ, ഇപ്പുറത്ത് പ്രശ്നമാണ്. ഇപ്പുറത്ത് എന്താണ്? ഇവിടെ ഒരു സ്റ്റെപ്പ് വന്നു അല്ലെ? ഈ ഒരു പോർഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ 3 അല്ല.
ഇനി ഓപ്ഷൻ 4 നോക്കാം. ഇതും കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആണ്. ഒരു ഡിപ്രഷനിലാണ് അതിരിക്കുന്നത്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. പിന്നെ OMR ആണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓൺലൈൻ ആണല്ലേ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഞാൻ ആൻസർ ചെയ്യുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു ഭാഗത്തോട്ട് നിങ്ങളുടെ ഫോക്കസ് പോകും. ഓക്കെ, ഇത് അറ്റംപ്റ്റ് ചെയ്തോളൂ. മിറർ ചെയ്യാനാണ്. ഓക്കെ, ലെറ്റ്സ് സീ എങ്ങനെയാണ്. എടുത്ത് ചാടി ഒരു ആൻസർ ചെയ്തത്. പ്രത്യേകിച്ച് ഇത് ഇറ്റ്സ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഈസി ഒരു ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ എന്താ പറയാ ആൻസറിലോട്ട് എത്തരുത്. ബാക്കിയുള്ളത് അല്ലല്ലോ എന്നുള്ളതും കൂടി ഒന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, സോ ഇതിനകത്ത് എത്ര ഈ ഒരു ട്രയാങ്കിൾസ് മാത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ. ഈ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഇതാണ്, ഇതുമാവാം, ഇതാവില്ല. അപ്പൊ തന്നെ 3 എടുത്ത് മാറ്റി. ഇതുമാവാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഈ ഒരു പോർഷൻ അല്ലെ, ഇത്രയുമുള്ള ഒരു പോർഷൻ, അത് ഇത്രയുമുള്ള ഒരു പോർഷൻ ആണ് അല്ലെ. അതിനകത്തുള്ള പാർട്ടീഷൻസ് ഒക്കെ കറക്റ്റ് തന്നെയാണ്. സോ ഇതാവാമോ? ഇതുമാവാം. ഇതെന്തായാലും നമ്മൾ എടുത്ത് മാറ്റിയ ഓപ്ഷൻ ആണ്. ഇതുമാവാം. ഇനി അടുത്തത് വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഞാൻ ഈ അറ്റത്തുള്ളത് മാത്രം എടുത്തൊന്ന് നോക്കുവാണ്. സോ ദാറ്റ് അതിനകത്ത് ചിലപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുമായിരിക്കും. ഓക്കെ, സോ ഇതാവാം, ഇതാവാം, ഇതും ആവാം. അവിടെയും ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞതായി ഈ ഒരു ഭാഗം എടുത്ത് നോക്കി നോക്കുക. അപ്പൊ അതെങ്ങനെയാണ്? ഇങ്ങനത്തെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇരിക്കുമ്പം അത് തിരിച്ചാണ് വരിക അല്ലെ, ഈ ഒരു രീതിക്കാണ് വരിക. ഓക്കെ, അവിടെയും ഇവിടെ കറക്റ്റ് ആണ്. ഇത് തെറ്റിപ്പോയില്ലേ? ഓക്കെ, ഇവിടെ ഇത് തെറ്റിപ്പോയി അല്ലെ, ഇവിടെ ഒരു ലൈൻ ഇല്ലാത്തതുകൊണ്ട് ഇത് തെറ്റിപ്പോയി. ഇതും ആവാം. അപ്പൊ ഇനി ആരൊക്കെ തമ്മിലാണ്? 1ഉം 4ഉം തമ്മിലാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് അല്ലെ. അപ്പം അതിന്റെ ഏതൊക്കെ പോർഷൻസ് ആണ് നോക്കേണ്ടത്? ആദ്യം 1ഉം 4ഉം മാത്രം എടുത്ത് നോക്കുക. അപ്പൊ എവിടെയാണ് ഒരു ഡിഫറൻസ്? ലെറ്റ് മീ സീ. ഈ ലൈൻ. ഞാനത് ഓൾറെഡി അതിന്റെ മേലെ വരച്ചത് കൊണ്ടേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. യെസ്, ഈ ലൈൻ എന്താണ്? ഇവിടെ ഇത് 2 സെപ്പറേറ്റ് ലൈൻസ് ആയിപ്പോയി അല്ലെ. ശരിക്കും ഒരൊറ്റ സിംഗിൾ ലൈൻ ആണ്. അപ്പൊ ഈ ഒരു ലൈൻ അതിവിടെ പ്രശ്നമായി പോയി. അതുകൊണ്ട് ഓപ്ഷൻ 1 അല്ല. ഓപ്ഷൻ എ പറഞ്ഞവരെ സൂക്ഷിക്കാട്ടോ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ റോങ് ആൻസേഴ്സ് എല്ലാം ഓപ്ഷൻസ് തമ്മിൽ കമ്പീറ്റ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് 1ഉം 4ഉം തമ്മിൽ കമ്പീറ്റ് ചെയ്തു. 1ഉം 4ഉം കമ്പീറ്റ് ചെയ്തപ്പോൾ 1ഉം 4ഉം മാത്രം നോക്കിയാൽ മതിയേ നമുക്ക്. അപ്പം അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സൂക്ഷിച്ചു തന്നെ ചെയ്യുക. പോർഷൻ ബൈ പോർഷൻ നോക്കുക. എളുപ്പമാണ്, പെട്ടെന്ന് കിട്ടും. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് തന്നെ ഉപയോഗിക്കുക കേട്ടോ, കാരണം ഇതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടും ഇനി ചോദിക്കാം. യെസ്, അത് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ആദ്യം
ഈ ഓപ്ഷൻസ് എല്ലാം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഓക്കെ, ഇവിടെ തന്നെ ഭയങ്കര കാര്യമായിട്ട് അല്ലെ, ഈ പോർഷൻ തന്നെ ഭയങ്കര കാര്യമായിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ആ പോർഷൻ ഒന്ന് ക്വസ്റ്റ്യൻ ഫിഗറിലോട്ട് നോക്കാം. ക്വസ്റ്റ്യൻ ഫിഗറിൽ ആ പോർഷൻ ഏതാ? ഇതല്ലേ, ഈ പോർഷൻ. അപ്പൊ ഇതിന്റെ മിറർ എങ്ങനെയാണ് വരേണ്ടത്? ഇത് കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആവാം, പക്ഷെ ഇത് വളരെയധികം തെറ്റാണ്. പിന്നെ പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ ഈ പോർഷൻ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിയേർഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ആ പോർഷൻ ക്വസ്റ്റ്യനിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ എം, ഇൻവേർട്ടഡ് ആയിട്ടുള്ള എം പോലെ തോന്നുന്ന ആ ഒരു പോർഷൻ നോക്കി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും 4 എന്നുള്ളതും തെറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി 1ഉം 2ഉം മാത്രം നമ്മൾ കമ്പയർ ചെയ്താൽ മതി. 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ ഈ പോർഷൻ എടുത്ത് നോക്കുക അല്ലെ. ഈ പോർഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാല് ഏതാണ് കറക്റ്റ്? ആ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പൊ ഓപ്ഷൻ 2 റോങ് ആണ്. ഓപ്ഷൻ 1 ആണ്. ഈ പോർഷനും കൂടി നോക്കിയപ്പോൾ ഓപ്ഷൻ 1. ഇതിന്റെ ഓർഡർ ഒക്കെ എങ്ങനെ വേണമെങ്കിലും ആവാം, നിങ്ങൾ നോക്കുന്ന ഓർഡർ വേറെ ആവാം. പക്ഷെ എലിമിനേറ്റിംഗ് അത്രക്കും വേഴ്സ് ആയിട്ടുള്ള റോങ് ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് ദി മെത്തേഡ് വിച്ച് യു ക്യാൻ ഫോളോ. ഏത് മെത്തേഡും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ബട്ട് ഐ എം ടെല്ലിങ് യു ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് സമയം എടുത്തിട്ട് തന്നെ നോക്കുക. പെട്ടെന്ന് കിട്ടും ഇത്. യെസ്. സോ പെട്ടെന്ന് എന്റെ ശ്രദ്ധ ഈ ഭാഗത്തോട്ട് പോകുന്നുണ്ട്, ഈ ഭാഗം അല്ലെ. നിങ്ങളുടെയോ അങ്ങനെ ആയിരിക്കണം. സോ അത് ശ്രദ്ധിക്കുമ്പം ഓപ്ഷൻ 1 തെറ്റാണ്, കാരണം ക്വസ്റ്റ്യൻ ഫിഗറിൽ അങ്ങനെ ഇല്ല. പിന്നെ ഈ ഒരു ഫ്ലോ വേണമെങ്കിൽ നോക്കാം അല്ലെ. ഈ ഒരു ഫ്ലോ, ആ ഫ്ലോ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാരും, എന്നിട്ട് അത് തിരിച്ച് ഇതിനകത്തോട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ആ ഫ്ലോ തന്നെയാണ് കറക്റ്റ്, കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ പോകുന്നുണ്ട്, ഈ ഒരു 3 പോർഷൻസിലോട്ട് പോകുന്നുണ്ട്. അത് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത കിട്ടുമായിരിക്കും. യെസ്. ഇപ്പൊ 3ഉം അല്ല. ഇനി ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നോക്കിയാൽ മതി അല്ലെ. 2ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നോക്കുക. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? വേർ ഇസ് ദ ഡിഫറൻസ് കമ്മിങ്? ലെറ്റ് മീ സീ. അതാ ഇതിന്റെ സൈസിങ് ചെറുതല്ലേ. ഇവിടെ ഈ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഈ സംഭവം അത് ചെറുതാണ്. അപ്പം സോ ഇതാണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ 2B ആണ് കറക്റ്റ് ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടിയോ? യെസ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ. ഓക്കെ, ഈ ഒരു ഓവറോൾ ഒരു ബേർഡിന്റെ ഒരു ജോമെട്രി കീപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കാം കേട്ടോ. പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു റിലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ജോമെട്രിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അതിനകത്തതാ ഈ ഒരു പോർഷൻ അത് കമ്പയർ ചെയ്യുക. അപ്പൊ ഇത് കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണ്, 3 കറക്റ്റ് ആണ്, 4 ഭയങ്കര റോങ് ആണ്, അത് കളഞ്ഞു. ഇനി 1ഉം 2ഉം 3ഉം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഈ പോർഷൻ ഒരു മെയിൻ ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ അതൊന്ന് ക്വസ്റ്റ്യൻ ഫിഗറിലോട്ട് നോക്കാം. ഈ പോർഷനിൽ എന്താ, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. അപ്പം ഓപ്ഷൻ 1 അല്ല അല്ലെ. ഇവിടെ ഈ ഒരു ലൈൻ ഇല്ലാത്തത് കൊണ്ട് 1 അല്ല. 2ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 2ഉം 3ഉം തമ്മിൽ എവിടെയാണ് ഡിഫറൻസ്? ഇവിടെ ഒരു ലൈൻ 2ൽ അപ്പൊ ആ ലൈൻ ക്വസ്റ്റ്യനിലുണ്ടോ എന്നുള്ളത് നോക്കുക. എവിടെയാ ക്വസ്റ്റ്യനിൽ, എവിടെയാണ് ആ ലൈൻ? ഏത് പോർഷനിലാണ്? ക്വസ്റ്റ്യനിൽ ഇല്ല.
അല്ലെ? അപ്പോ ഏതാണ് കറക്റ്റ് ആൻസർ? നിങ്ങൾ ബി ആണോ? ആ യെസ്, ബി ആണ് കറക്റ്റ് ആൻസർ. അതെ, ഇതിനകത്ത് ഈ ലൈൻ വന്നതുകൊണ്ട് ആൻഡ് ആക്ച്വലി ആ ലൈൻ ഇല്ലാത്തത് കൊണ്ടും ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിച്ച് വൺ ഓഫ് ദി ആൻസർ ഫിഗേഴ്സ് വിൽ കംപ്ലീറ്റ് ദി സീക്വൻസ് ഓഫ് ദി 3 പ്രോബ്ലം ഫിഗേഴ്സ്? ഈ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഏത് ബോക്സ് ആണ് ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യുക? യെസ്. ഓക്കെ, ലെറ്റ് സി എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളത്. ഇത് ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി ക്ലാസ്സിൽ. സോ ഇത് ഹൊറിസോണ്ടൽ. അടുത്തതില് ഈ ഒരു പോർഷനെ, അതായത് ഒരു ഇമേജിൽ തന്നെ ഫില്ല് ചെയ്യാൻ നോക്കുക, സോ ദാറ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ എളുപ്പമായിരിക്കും. സോ ഫസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സ്, അടുത്തതിൽ ആ ബോക്സ് എവിടെ വന്നു? ഇതാ ഈ പോർഷനിൽ വന്നു. അടുത്തതിൽ ഇവിടെ വന്നു. അപ്പൊ അടുത്തതിൽ ഇങ്ങനെ വരും അല്ലെ? അപ്പം അങ്ങനെയുള്ളത് ഏതൊക്കെയാണ് എന്ന് നോക്കുക. സോ ഓപ്ഷൻ 1 എന്തായാലും അല്ല, അപ്പൊ അതെടുത്ത് മാറ്റി. അപ്പൊ ഈ ഫിഗറിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ഫിഗർ എങ്ങനെയാണ്? ഇതാ ഈ ഒരു സ്ക്വയർ ആണ്. സ്ക്വയർ അത് തന്നെ എന്താണ്, ആംഗുലർ ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്, ഡയമണ്ട് ഷേപ്പിൽ. സോ അത് ആദ്യം ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, അപ്പൊ പിന്നെ ഇവിടെ അല്ലെ? അപ്പം ഓപ്ഷൻ 2 ഓർ 3 ആവാം, 4 എന്തായാലും അല്ല. ഇനി 2ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഈ ഈക്വൽ സിമ്പിൾ നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഈക്വൽ സിമ്പിൾ രണ്ട് സ്ഥലത്തും ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കുന്നത്. ഇനി ഏതാ നോക്കണം? നമ്മൾ ആ ടോപ്പിലുള്ള മാത്രം നോക്കിയാൽ മതി. അതായത് ഏത് ഫിഗർ ആണ്? ഇതാ ഈ ഫിഗർ. അപ്പൊ ഈ ഫിഗർ എങ്ങനെയാ പോകുന്നത്? ഏത് ഡയറക്ഷനിലാ പോകുന്നത്? ഇങ്ങനെ, പിന്നെ നെക്സ്റ്റ് ഇത്, പിന്നെ ഇത്, പിന്നെ ഇതാ ടോപ്പില് ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. അപ്പൊ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും കിട്ടി എന്ന് തോന്നുന്നു. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. യെസ്, എല്ലാവരും ആൻസർ ചെയ്യൂ. യെസ്, ഇതെങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം. ക്വിക്ക് ആയിട്ട് പറഞ്ഞുതരാം, വളരെ ഈസി ആയിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഇതെന്താണ് സംഭവം എന്നുള്ളത് നോക്കുക. റൊട്ടേഷൻ ആണ് ചെയ്തിരിക്കുന്നത്.
സോ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് നോക്കുക. എനിക്ക് മേ ബി ഈസി ആയിട്ടുള്ള ഒരു പോർഷൻ മേ ബി ഈ ഒരു പോർഷൻ ആയിരിക്കാം. ഓക്കെ, ഈ ഒരു പോർഷൻ ആൻഡ് സെന്ററിൽ എം പോലെയുള്ള ഒരു സംഭവം, അത് ഈ പോർഷനിലേക്കായി. ആദ്യം ഇവിടെയായിരുന്നു, പിന്നെ അത് ഇവിടെയായി, പിന്നെ അത് ഇവിടെയായി, പിന്നെ അത് ഇവിടെയായി, അല്ലെ? ഇവിടെ ആവണം. അതായത് ഫോർത്ത് ഓപ്ഷനിൽ ഈ ഒരു പോർഷനിൽ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളത് ഏതൊക്കെയാണ് ഉള്ളത്? ഓക്കെ, അത് ഇതാവാം, 1 ആവാം, 2 ആവാം. പക്ഷെ ആ ഒരു എം പോർഷൻ നടുവിലുള്ളത് കൊണ്ട് 2 ആവാം. പക്ഷെ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ എം കഴിഞ്ഞിട്ട് ഒരു ലെങ്തി ഇൻവേർട്ടഡ് ഡബ്ല്യു പോലെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ അത് ഇതിനകത്ത് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് 2 നേരെ നമുക്ക് കളയാം. 2 എന്തായാലും അല്ല. പിന്നെ 3 മൊത്തത്തിൽ എനിക്ക് നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഈ പോർഷൻ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡില്. പക്ഷെ 3 എത്തിക്കഴിഞ്ഞപ്പം ഇവിടെ ഒരു ഭയങ്കര ഒരു റോങ് ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ഫിഗറിലോട്ട് നോക്കി കഴിഞ്ഞാല് ഈ പോർഷൻ എവിടെയാണ് എന്നുള്ളത് നോക്കുക. ക്വസ്റ്റ്യൻ ഫിഗറിൽ ക്വസ്റ്റ്യൻ ഫിഗറിൽ നോക്കുമ്പം ഈ ഒരു ഈ ഒരു സംഭവം അല്ലേ ഉദ്ദേശിക്കുന്നത്, അതെങ്ങോട്ടാ മാറിയത്? ഫസ്റ്റിൽ ഇവിടെയാണ്, ഈ ഒരു ഡയറക്ഷനിലാണ്, പിന്നെ അത് ഇവിടെയാണ്, പിന്നെ അത് ഇവിടെയാണ്, പിന്നെ അത് താഴെയാണ് ആവേണ്ടത്, അല്ലെ? ആ താഴെ ആവുന്ന ആ ഒരു പോർഷൻ, അത് അവിടെ ഒരു എന്താണ് പറ്റിയ ഒരു കുറച്ച് പ്രശ്നമാണ്, അല്ലെ? ആ ഒരു എമ്മിന്റെ പോർഷൻ അത് അവിടെ പ്രശ്നമാണ്. സോ അത് നമുക്ക് ഓപ്ഷൻ 3യില് പറ്റില്ല, അല്ലെ? അപ്പം ബാക്കി നോക്കാം. വേറെ ഏതായാലും നമ്മൾ റോങ് ആയിട്ട് കളഞ്ഞത്, നമ്മൾ 2 കളഞ്ഞു, അല്ലെ? ഇനി ലാസ്റ്റത്തെ ഇവിടെയൊക്കെ പ്രശ്നമുണ്ട്. ഇവിടെയൊക്കെ ഗ്യാപ്പിലൊക്കെ കൊണ്ടുപോയി ഒരു ഡയഗണൽ ലൈൻസ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് ദ ക്വസ്റ്റ്യൻ ഫിഗർ. സോ റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഈസി ആയിട്ട് കളഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ഒന്ന് ഏതാണ് കമ്പയർ ചെയ്തത്? ഈ ലൈക്ക് ബൗണ്ടറി പോർഷൻസ് എല്ലാം കമ്പയർ ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് എളുപ്പത്തില് 3 കളയാൻ പറ്റി. പിന്നെ 2 കളയാൻ പറ്റിയതായി ഇന്റേർണലി ഉള്ള പോർഷൻ മാത്രം എടുത്ത് നോക്കി കഴിഞ്ഞപ്പം. 4 കളഞ്ഞത് ഈ ഒരു ഡയഗണൽ, എല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡയഗണൽ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ. അപ്പൊ നമ്മള് ഓരോന്ന് നോക്കി ഇരിക്കുകയല്ല ചെയ്യുക. ഇപ്പൊ ഈ 1 എന്നുള്ള ഓപ്ഷൻ ഫോർത്ത് ഓപ്ഷൻ ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ടൈം അവിടെ പോകും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഓരോ ഓപ്ഷൻസും നോക്കി 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 വേണം ആ ഓപ്ഷൻസ് തമ്മിൽ 1 2 3 4 തമ്മിൽ ക്ലബ് ചെയ്ത് കമ്പയർ ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. സേയിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചു വരാറുണ്ട്. ഓക്കെ, 43 to 45. വിച്ച് വൺ ഓഫ് ദി ആൻസർ ഫിഗേഴ്സ് ഷോസ് ദി കറക്റ്റ് ടോപ്പ് വ്യൂ ഓഫ് ദ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാം. കറക്റ്റ് വ്യൂ ഓഫ് ദി 3D പ്രോബ്ലം ഫിഗർ ആഫ്റ്റർ ദി പ്രോബ്ലം ഫിഗർ ഇസ് ഓപ്പൺഡ് അപ്പ്. ഈ പ്രോബ്ലം ഫിഗർ തുറന്നു കഴിഞ്ഞാല് ഏത് ഓപ്ഷൻ ആയിരിക്കും? അതായത് ഇത് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഞാൻ അന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ക്ലിക്ക് ആവും. ഈ ക്വസ്റ്റ്യൻസിലെല്ലാം ഞാൻ 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചോദിക്കും കേട്ടോ. പറഞ്ഞുതരാം എന്താണ് എന്നുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ആൻസർ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഒരു അപ്രോച്ച് പറഞ്ഞുതരാം. ഓക്കെ,
എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് ആൻസറിലോട്ട് എത്താം. അത് എളുപ്പമാണ്, കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് ഉണ്ട്, അതെന്റെ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് പറയാം. ഈ 3D ഫിഗറിനകത്ത് എത്ര നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് ഉണ്ട്? അതെന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പറയൂ, ആൻസർ ചെയ്യൂ. ഈ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നവരെല്ലാവരും തന്നെ എന്തായാലും പറയണം. 3D ഫിഗറിനകത്ത് എത്ര നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് ഉണ്ട്? ഓക്കെ, 10 എന്ന് പറയുന്നുണ്ട്, വിച്ച് ഇസ് കറക്റ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര ടോട്ടൽ നമ്പർ ഓഫ് സർഫസസ് ഉണ്ട്? യെസ്, ഈസിയാണ്, അത് ചിന്തിക്കേണ്ട ആവശ്യം തന്നെയില്ല. നിങ്ങൾ ആ പ്രോബ്ലം ഓൾറെഡി സോൾവ് ചെയ്ത ആൾക്കാരല്ലേ. സോ 12 ആണ് അതിന്റെ. കാരണം 10 എന്നുള്ള റെക്ടാങ്കിൾസിന്റെ പ്ലസ് സൈഡ്സിലുള്ള രണ്ട് സൈഡ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് സർഫസസ് എത്തി. ഇനിയുള്ള ഈ ക്വസ്റ്റ്യൻസിലെല്ലാം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെല്ലാം ഞാൻ അതും ചോദിക്കാം. കാരണം അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ ഒരു മുമ്പ് ഒരു തവണ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോർ ദ പീപ്പിൾ ഹു മിസ്ഡ് ഇറ്റ്, ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ബേസിൽ നിന്ന് തന്നെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഷേപ്പിനെ ഞാനങ്ങ് എന്താണ് റെഫർ ചെയ്യുവാണ്. ഓക്കെ, ഈ ഒരു ഷേപ്പ്. ഓക്കെ, എന്നിട്ട് ഐ വിൽ ടേക്ക് അനദർ കളർ. ഓക്കെ, ഇതിന് ബേസിൽ നിന്ന് വേണമെങ്കിൽ, ബേസിൽ നിന്നാണ് എപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഈ സൈഡ്സ് ആണ് ഞാൻ ഈ റെക്ടാങ്കിൾസ് ആയിട്ട് കൗണ്ട് ചെയ്തത്. ഇത് ട്രിക്കോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ, നിങ്ങൾ ചെയ്യുന്ന രീതി തന്നെ. പക്ഷെ നേരെ തന്നെ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ലോജിക് ഉപയോഗിക്കുക, നിങ്ങളുടെ 3D നിങ്ങൾ മനസ്സിൽ കാണുക. വിച്ച് ഇസ് വാട്ട് ഐ എം സേയിങ് ഇസ്, ഇത് ഒരു സർഫസ് അല്ലേ, ഇതൊരു പ്ലെയിൻ ആണ്, ഇതൊരു സർഫസ് ആണ്, ഇതൊരു സർഫസ് ആണ്, ഇതൊരു സർഫസ് ആണ് അല്ലെ, ഇതൊരു സർഫസ് ആണ്, ഇത് ഒരു ചെറിയ സർഫസ്, ഇതൊരു ചെറിയ സർഫസ്, ഇതൊരു വലിയ സർഫസ്, ഇത്. അപ്പൊ അങ്ങനെ കൗണ്ട് ചെയ്യുന്നതിനേക്കാളും എന്താണ് എളുപ്പം, നമുക്ക് ഈസി ആയിട്ട് ആ എഡ്ജസ് കൗണ്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ അത് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നിങ്ങൾ സോറി, ഞാനത് ഇറേസ് ചെയ്യട്ടെ. ഓക്കെ, ഇനി ആ 10ന്റെ കൂടെ ഈ സർഫസ് ആൻഡ് ദ അതർ സർഫസ്, ഇപ്പുറത്തെ ഒരു സർഫസ് ഇല്ലേ, ആ സർഫസും കൂടെ കൗണ്ട് ചെയ്യുമ്പം എന്തായി മൊത്തത്തില് ടോട്ടൽ നമ്പർ ഓഫ് സർഫസസ് വിച്ച് ഇസ് 12. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ ആൻസർ ചെയ്യാനായിട്ട് ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 10 റെക്ടാങ്കിൾസ് ഇല്ലാത്തത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ടൈപ്പ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതാവാം, 1 ഓപ്ഷൻ ആവാം. ഇവിടെ നോക്കാം, ഓപ്ഷൻ 2 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ ഓപ്ഷൻ 2 എന്തായാലും അല്ല, അങ്ങോട്ട് നോക്കിയേ വേണ്ട. അത് കഴിഞ്ഞ് 1 2 3 4 5 6 7 8 9 10 11. ഓപ്ഷൻ 3 എന്തായാലും അല്ല. ഓപ്ഷൻ 4 നോക്കാം, 1 2 3 4 5 6 7 8 9 ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ 4 അല്ല. അപ്പം ഡയറക്ട്ലി നിങ്ങൾക്ക് ഓപ്ഷൻ 1 വെച്ച് പ്രൊസീഡ് ചെയ്യാം. ക്ലിയർ ആയോ? പക്ഷെ ചില സമയത്ത് രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് 10 എന്നുള്ളത് കിട്ടും. അപ്പൊ അപ്പോഴൊക്കെയാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. രണ്ടെണ്ണത്തിൽ അടുപ്പിച്ച് 10 എന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് കമ്പയർ ചെയ്യണം. ആ റെക്റ്റാങ്കിള് തമ്മിൽ സൈസിങ് എങ്ങനെയാ, ഡിസ്റ്റൻസിങ് എങ്ങനെയാണ് വലുതിന്റെ അടുത്ത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മെത്തേഡ് വരുമ്പം സൈസ് കമ്പയർ ചെയ്യാനുള്ള ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡില്ലേ, അതായത് ഈ ഒരു വിയേർഡ് ഷേപ്പ്, ഈ ഷേപ്പ്, ഈ വിയേർഡ് ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു ഷേപ്പ് ഇല്ലേ,
ആ ഷേപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സർഫസ് എടുക്കുക. അറ്റാച്ച് ചെയ്തിരിക്കുന്ന സർഫസ് ഏതാണ്? ദാ ഈ സർഫസ് അല്ലേ? ആ സർഫസ് ആയിരിക്കും ദാ ഈ ഒരു സംഭവം. അതിന്റെ മേലേക്ക് ഉള്ളത് എങ്ങനെയാണ്, പിന്നെ താഴേക്കുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. മേലെയും താഴെ ഏത് ഡയറക്ഷനാ എന്നുള്ള അത് അതുപോലെ തന്നെയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇത് താഴ്ഭാഗമാണ്, ഇത് മേൽഭാഗമാണ്. എന്നിട്ട് മേലേക്ക് അപ്പൊ എത്ര എണ്ണം എടുത്തിട്ടുണ്ടെന്ന് നോക്കുക. 1 2 അല്ലെ 3, അതായത് ഇങ്ങനെ 1 2 3 4 5 എടുത്തിട്ടുണ്ട്. 1 2 3 4 5, അതായത് ഇവിടെ വെച്ചാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. താഴെന്നോ 1 2 3 4, അതായത് 1 2 3 4, അത് കഴിഞ്ഞിട്ടും ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സൈസ് കമ്പയർ ചെയ്യാം. വലുത്, നല്ല നീളമുള്ളത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം അല്ലെ, അതായത് ഈ ഭാഗത്ത് ഇതിന്റെ ടോപ്പിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരു മീഡിയം, അത് കഴിഞ്ഞ ഒരു മീഡിയം, രണ്ടും ഒരേ സമയത്ത് നോക്കുക. ഈ പിക്ചറും ഓപ്ഷൻ ഫിഗറും തമ്മിൽ ഒരുമിച്ച് നോക്കുക. ഇതിനകത്തല്ലട്ടോ പറയുന്നത്, ഇതിനകത്ത് കുഴപ്പമില്ല. 10 എന്നുള്ള ആൻസർ കിട്ടിയാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി മാർക്ക് ചെയ്യുക 10. കാരണം വേറെ ഒന്നിൽ 10 ഇല്ല അല്ലെ. അപ്പം അത് വേറെ കുഴപ്പമില്ല. പക്ഷെ ലെറ്റ്സ് സേ ഈ 2ലും 10 ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള സൈസസ് കമ്പയർ ചെയ്യുക. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് വരും. മനസ്സിലായോ? അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയും ചെയ്യും. ഇപ്പൊ പറഞ്ഞ മെത്തേഡ് ക്ലിയർ ആണോ? ഇനി എനിക്കറിയില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് അങ്ങനത്തെ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്കറിയില്ല. ലെറ്റ് സി. ബട്ട് ഇസ് ദിസ് ക്ലിയർ? ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നാൽ ക്ലിയർ ആണോ? യെസ്, എവ്രി വൺ. ഓക്കെ.